റിയൽ ലൈഫിൽ ഒരുപാട് നടന്നിട്ടുള്ള കാര്യങ്ങൾ. പക്ഷെ ഓൺ സ്ക്രീനിൽ വരുമ്പോൾ ഒരുപാട് ഫണ്ടുകളാണ്. ഇപ്പൊ ഇത് പറയുകയാണെങ്കിൽ തന്നെ കൂടുതലുള്ള എല്ലാവരും നമ്മളെ എന്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കുന്ന ഒരു പാക്കേജിന് ഇപ്പൊ ചേച്ചി ആദ്യമായിട്ട് ഇത്ര ത്രൂ ഔട്ട് കോമഡി അല്ലെങ്കിൽ ഒരു ത്രില്ലറൊക്കെ ചെയ്ത് ആ ഒരു എക്സ്പീരിയൻസ് ഇത്രയും നമ്മളെ എന്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കുന്ന ആൾക്കാരോട് ഒരു പാക്കേജ് ആയിട്ട് വർക്ക് ചെയ്തു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ പറഞ്ഞാൽ ഒരുവിധം ത്രൂ ആൾക്കാർ എല്ലാവരും ഇവിടെ ഉണ്ട്, കാസ്റ്റ് ഉണ്ട്. അപ്പം എല്ലാവരുടെയും കൂടെ ഒരു എഫേർട്ടിലാണ് ഇങ്ങനെ ഒരു സിനിമ നന്നായി സംഭവിക്കാന്ന് പറയുന്നത്. എല്ലാവരും അവരവരുടേതായ എഫേർട്ട് നന്നായി എടുത്തു എന്നുള്ളതായിരിക്കും. ഇപ്പൊ സർക്കാസ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും കുറെ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഈ ഒരു സിനിമയിൽ പറയുന്ന ടോപ്പിക് ആണെങ്കിലും വളരെ ഗൗരവമുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പൊ ഇത്ര സർക്കാസ്റ്റിക് ആയിട്ട് കുറച്ച് ഫണ്ണൊക്കെ ആഡ് ചെയ്ത് ലളിതമായിട്ട് പറയുന്നത് എത്രത്തോളം അങ്ങനെ ആകുമ്പോഴാണല്ലോ കൂടുതൽ ആൾക്കാർക്ക് കാണാനും അവരതിൽ ഒരു ഫുൾ ഓൺ ആയിട്ട് ഇരിക്കാനും താല്പര്യപ്പെടുന്നത്. നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ചിലപ്പോൾ വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയും പറയാം. പക്ഷെ ഡയറക്ടറും റൈറ്ററും തീരുമാനിച്ചത് ഈ ഒരു പെർസ്പെക്റ്റീവിൽ പറയാനാണ്. അത് ആൾക്കാരിലേക്ക് കൂടുതൽ എത്തും എന്നുള്ളൊരു വിശ്വാസം അവരുടെയാണ്. അങ്ങനെ എത്തട്ടെ എന്ന് വിചാരിക്കും. അങ്ങനെ സിനിമ നന്നാവണം എന്നുള്ളതായിരുന്നു ഫൈനൽ. അപ്പൊ അത് നന്നായി ആൾക്കാർക്ക് ഇഷ്ടാവുമെന്ന് കേൾക്കുന്നത് സന്തോഷമായിരുന്നു. ഗുരുവായൂരമ്പലം നടയിൽ കഴിഞ്ഞിട്ട് അതേ ഒരു നിഖിലേന്റെ ഫേസ് കാര്യങ്ങളൊക്കെ അതേ ഒരു ടൈപ്പ് ക്യാരക്ടറാണ് ഇതിലും ചെയ്തിരിക്കുന്നത്. അതേ ഒരു ടൈപ്പ് ക്യാരക്ടർ അല്ലല്ലോ. അധികം ചിരിക്കാതെ അല്ല, അത് ഓരോ ക്യാരക്ടേഴ്സിന്റെ ഇമോഷൻസ് എങ്ങനെയാണല്ലോ. എല്ലാ ക്യാരക്ടറും ചിരിക്കണം എന്ന് നമുക്ക് നിർബന്ധം പറയാനൊന്നും പറ്റില്ല. എനിക്ക് ഈ കഥയുടെ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടത് ചെയ്യുന്നത്. സിനിമയോട് കുറഞ്ഞു വരുവാണ്. അപ്പൊ ആ ഒരു ടൈമിലാണ് ഇത്ര ഒരു എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പടം കൂടെ വന്നിരിക്കുന്നത്. അപ്പൊ അത് എത്രത്തോളം ഹാപ്പിയാണ്. അത് പലതരം സിനിമകള് ഒരു സമയത്ത് വരും. അങ്ങനെ നല്ല സിനിമയൊക്കെ വരുന്നുണ്ട്, ആൾക്കാരെ എന്റർടൈൻ ചെയ്യിപ്പിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് നല്ലതെന്ന് വിചാരിക്കും. കോമഡീസ് പറയുന്നത്. അപ്പൊ ഇത്ര ഒരു വിജയകരമായിട്ട് ചെയ്യുന്നിടത്ത് എത്രത്തോളം സന്തോഷമുണ്ട്. നേരത്തെ പറഞ്ഞ തന്നെയാണ് അതിന് മറുപടി. സന്തോഷമാണ്. നമ്മള് സിനിമ ഇറക്കുന്നത് ആൾക്കാരെ എന്റർടൈൻ ചെയ്യിക്കാനാണ്. അത് ആൾക്കാർക്ക് ഇഷ്ടമാവുന്നത് കേൾക്കുന്നതാണല്ലോ നമുക്കും സന്തോഷം. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അത്ര ആൾക്കാരുടെ ഇത്ര എൻജോയ് ചെയ്ത് പടം കണ്ടു. എക്സ്പീരിയൻസ് ഒക്കെ കണ്ടില്ല, റെസ്പോൺസ് ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം. എല്ലാരും എന്തൊക്കെയാണ് ഇപ്പൊ പറയുന്നത്? എല്ലാരും ഹാപ്പിയാണ്. അത് എനിക്ക് കൂടുതൽ പ്രഷറിലേക്ക് എത്തണം എന്നുള്ളതാണ്. നിങ്ങൾ വഴി എല്ലാരും എത്തുക എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. സിനിമ നിങ്ങൾ കാണണം, തിയേറ്റർ കാണാൻ, എൻജോയ് ചെയ്യുന്ന സിനിമയാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. രണ്ടുപേരും കൂടിയാണ് എഴുതിയത്.